ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ വന്ന് നമ്മുടെ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. നമ്മൾ ഡെയിലി ഇവിടെ ചൂണ്ട നമ്മുടെ സ്പൈഡർ ഇടുന്നോണ്ടില്ല, തീറ്റ വീഴുന്നുണ്ട്, നമുക്ക് ഡെയിലി മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. പുല്ലൻ അതുപോലെ എല്ലാ ടൈപ്പ് മീൻ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പുല്ലനെയൊക്കെ നമ്മൾ പിടിക്കാറുമുണ്ട് കേട്ടോ ഗൈസ്. അതിനുവേണ്ടി നമ്മൾ നല്ല വൈകുന്നേരം സമയം ഏകദേശം 2-3 മണിയാണ് കേട്ടോ ഗൈസ്. പക്ഷെ വൈകുന്നേരം നമുക്ക് ഒത്തിരിയായിട്ട് തോന്നും. നമ്മൾ ആ സമയം ഇങ്ങനെ നമ്മുടെ ആറ്റൊക്കെ നല്ല ഹൈറ്റൈഡാന്ന് തോന്നും, വെള്ളം കയറ്റം കേട്ടോ ഗൈസ്. കടവെള്ളം കയറ്റമാണ്. അതുപോലെ നമ്മുടെ ചൂണ്ടയൊക്കെ അങ്ങോട്ട് ചാരി കുത്തിച്ചാരി മണിയൊക്കെ അവിടെ വെച്ച് നമ്മൾ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ പോപ്പപ്പിൻ്റെ സ്പൈഡറിൻ്റെ ബെയ്റ്റ് അങ്ങോട്ട് നമ്മുടെ മാമൻ കുഴച്ച് സെറ്റ് ചെയ്യുകയാണത്. നമ്മൾ താഴെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ എപ്പോഴാണ് നമ്മുടെ ബെല്ലടിക്കുന്നത് അതിന് വേണ്ടി എഴുന്നേറ്റ് ഓടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. അങ്ങനെ ഒത്തിരി ക്ഷമയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ പ്ലേസൊക്കെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 3 റോഡുകളാട്ടോ വരുന്നത്. 3 റോഡ്, ചെറിയതും ഉണ്ട്, 2 വലിയ റോഡ് കേട്ടോ വരുന്നത്. നമ്മൾ ഫൈബർ റോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റീലിന് വെച്ചാൽ നമ്മുടെ പെന്നിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ FX 4000 ഉണ്ട് കേട്ടോ. വേറെ റീലിൽ എനിക്ക് കമ്പനി അറിയത്തില്ല ഗൈസ്. ഫൈബർ റോഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ നമുക്ക് 60, 70, 40 LBയുടെ റൈഡാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ മാമൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, കറക്റ്റ് നടുക്ക നമ്മുടെ മൂവാറ്റുപുഴാറിൻ്റെ കടയുടെ കറക്റ്റ് നടുക്കാണ് കൊണ്ട് കാസ്റ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പോലും പറ്റില്ല. അതേപോലെ മൂവാറ്റുപുഴാറുണ്ട്, നല്ല താഴ്ചയുണ്ട്, അത്യാവശ്യം നല്ല താഴ്ചയുള്ളതാണ്. ഇനി നമ്മുടെ മാമൻ കാസ്റ്റ് ചെയ്തിട്ട് ഇത് അടുത്ത കാസ്റ്റിംഗ് ചെയ്തു കേട്ടോ. അതെ, അടുത്ത 2ാമത്തെ റോഡും കാസ്റ്റ് ചെയ്തിട്ടോ. അത് നോക്കുകയാണേ, കറക്റ്റ് നടുക്ക് കൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മാമന് മീൻ അടിച്ചിട്ടുണ്ട്. എന്നോ പോപ്പപ്പിലാണോ അറിയില്ല, എന്തോ മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം സ്പൈഡറിലാണോ നോക്കാം. വലിച്ചു കയറ്റുവാണ്. മീൻ പറ്റിയിട്ടാ പുല്ലനാണോ സംശയമുണ്ട് കേട്ടോ ഗൈസ്. ഈ സമയത്ത് സാധാരണ പുല്ലനാണ് അടിക്കുന്നത്. നോക്കട്ടെ. അയ്യോ, മീനല്ല കേട്ടോ. മീനാ ഗൈസ്, ഇതേ മീനാ. ഇത് നമ്മുടെ പുല്ലനാട്ടോ നമുക്ക് അടിച്ചത്. എങ്ങനെ ഒരു 1 കിലോ മേലെ ഉള്ളൊരു അടിപൊളി പുല്ലനാട്ടോ ഈ കാണുന്നത്. അടിപൊളി പുല്ലൻ്റെ ഇതൊക്കെ ഗൈസ്. നമ്മളതിന്റെ തത്രപ്പട പുല്ല് കിട്ടിയ ഒരു അടിപൊളി ഇതിലാണ്. ഞങ്ങളെല്ലാം അടിച്ചു പൊളിക്കാണ്. നമുക്കിന്ന് പുതിയ പുല്ലിന്റെ അടിപൊളി പുല്ലാണോ ഗൈസ്. എങ്ങനെ ഒരു നല്ല വലിയ പുല്ലിനാട്ടോ. ഇത്ര സാധാരണ ഇത്തരം വലിയ പുല്ലിനൊന്നും കാണാൻ കിട്ടാറില്ല. പക്ഷെ ഞങ്ങൾ എന്നെ ഇങ്ങനെ ഇവനെ നല്ലതായിട്ട് ടൈറ്റായിട്ട് പിടിച്ചേക്കുന്നതെന്ന് വെച്ചാലേ പുല്ല് നല്ല പടപ്പാട്ടോ. അതുകൊണ്ട് നല്ലതായിട്ട് അവനെ കയ്യിൽ നല്ലതായിട്ട് പിടിച്ചില്ലെങ്കിലും അവൻ ചാടി പോകൂട്ടോ. അതെ ഗൈസ്, അങ്ങനെ നമുക്ക് ഇന്ന് കിട്ടിയില്ലേ ഒരു അടിപൊളി പുല്ലനാട്ടോ ഈ കാണുന്നത്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു മീനാട്ടോ പുല്ലൻ. പക്ഷെ കൂടുതൽ പേർക്കും ഇത് ഇഷ്ടപ്പെടില്ല പുല്ലൻ. അതിനാന്ന് വെച്ചാലില്ലേ, നമ്മുടെ പുല്ലൻ്റെ ബോഡിക്കകത്തിൽ വൈ പോലത്തെ മുള്ളാട്ടോ ഗൈസ് ഉള്ളത്. അതുകൊണ്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമില്ല. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിലേ ഗൈസ്, അത് നമുക്ക് ആ മുള്ള് കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഉണ്ടോ എന്നെ ഗ്ലേസിങ് ഒക്കെ നോക്കിയാൽ ഷൈനിങ് എത്ര അടിപൊളിയാന്ന് നോക്കിക്കേ. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് നൽകുന്ന കേട്ടോ ഈ മീൻ കഴിച്ചാൽ. പക്ഷെ കൂടുതൽ പേരും കഴിക്കാറില്ല. പക്ഷെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് നൽകും. അതുപോലെ ഫിൻസൊക്കെ കണ്ട ഗൈസ്, എത്ര രസമാണ് നോക്കി കാണാൻ. ഒരു രക്ഷയില്ലാത്ത ലുക്ക് കേട്ടോ. ഇത് നമ്മുടെ മീനത് ഇങ്ങനെ ഒരു സഞ്ചിയിലാക്കിയിട്ടില്ലേ, നമ്മൾ ആ അങ്ങോട്ട് ഇല്ലിച്ചോട്ടൻ്റെ അവിടെ അങ്ങോട്ട് കെട്ടിയിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ടത്. അതുപോലെ ഞാൻ പറയുന്നില്ല, നമ്മൾ ഡെയിലിയും കൊണ്ട് ഫുഡ് നമ്മുടെ ബെയ്റ്റുകൾ കൊണ്ട് ഇടുന്നതുകൊണ്ടാട്ടോ മീൻ ഇത്രയായിട്ട് നമ്മൾ ട്രിക്കായിട്ട് കറക്റ്റ് നമുക്ക് അറിയാം കേട്ടോ അവിടെ മീൻ വരുന്നുണ്ടെന്ന്. ഡെയിലിയും അവിടെ തീറ്റ വരുന്നുണ്ട്. ഞങ്ങളുടെ പുല്ലിനും റോഹും അതുപോലെ വലിയ മീനൊക്കെ അടുത്ത് വരും കേട്ടോ. അതാണ് നമ്മുടെ ട്രിക്ക് വെച്ചാണ് നമ്മൾ മീനൊക്കെ ഇവിടെ പിടിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ട്രിക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യേണ്ട കേട്ടോ നിങ്ങളുടെ സ്പോട്ടിൽ. ഡെയിലിയും പോയി തീറ്റ ഇടുക. ആദ്യത്തെ ദിവസമൊന്നും കിട്ടില്ലോ. ആഴ്ചയിലൊക്കെ നമ്മൾ ഡെയിലി ആഴ്ചയിൽ 5 ദിവസമൊക്കെ ഇട്ടാലില്ലേ, ലാസ്റ്റ് 6ാമത്തെ ദിവസമോ 7ാമത്തെ ദിവസമൊക്കെ നല്ല വലിയ മീനൊക്കെ കറക്റ്റ് ചടപടാന്ന് അടിക്കും കേട്ടോ. പക്ഷെ ഡെയിലി തീറ്റ ഇടുന്ന തീറ്റ ഇടാതിരുന്ന നമുക്ക് മീനൊന്നും കിട്ടുക കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ മാമന് വേറെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടെ എന്നെ മീനാണെന്നത്. നമ്മുടെ ആദ്യത്തെ റോഡിൽ തന്നെ കേട്ടോ, ലക്കി റോഡിൽ അടിച്ചേക്കുന്നത്. നോക്കട്ടോ എന്നെ മീനാണെന്ന് നോക്കട്ടെ. അടിച്ചു പറ്റേ പയ്യെ ഇച്ചിരി ഹെവിയാന്ന് തോന്നുന്നു. മാമൻ്റെ വലിയൊക്കെ കണ്ടിട്ട് ഇച്ചിരി ഹെവിയാണ്. നോക്കട്ടെ എന്നെ മീനാണ് കിട്ടിയത്. നമ്മുടെ ചെമ്പല്ലി. കളർഫുൾ ഫിഷ്. അടിപൊളി. നമുക്കൊരു കളർഫുൾ ഫിഷ് കിട്ടാൻ വേണ്ടി ഇരിക്കുവായിരുന്നു നമ്മുടെ ചെമ്പല്ലി കിട്ടിയേക്കുന്നത്. ആ ചെമ്പല്ലി അല്ല കേട്ടോ, ആറ്റ് ചെമ്പല്ലി എന്നും പറയും. കണ്ടോ ഗൈസ്, നമ്മുടെ സാധാരണ ചെമ്പല്ലി അല്ല, ആറ്റ് ചെമ്പല്ലിയാണ്. നമ്മുടെ സ്പൈഡറിലാട്ടോ കയറിയേക്കുന്നത്. സാധാരണ ആറ്റ് ചെമ്പല്ലി പോപ്പപ്പ് ഒന്നും വീങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ സ്പൈഡറിൽ കയറിയേക്കുന്നത്. കറക്റ്റ് ഹുക്കാട്ടോ ഗൈസ്. അവൻ്റെ ഹുക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്യാം നമുക്ക്. നല്ല സ്പൈഡർ ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഹുക്ക് റിമൂവ് ചെയ്തില്ലെങ്കിൽ മീൻ പടയ്ക്കുമ്പോൾ നമ്മുടെ ദേഹത്തൂടെയൊക്കെ നമ്മുടെ ദേഹത്തൂടെ അല്ല കൈക്കൂടെയൊക്കെ ഹുക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഊരിയിട്ടുണ്ട്. ഇനി അവനെ കൂടെ നമുക്ക് സഞ്ചിയിൽ അങ്ങോട്ട് കൊണ്ട് ഇടുന്നു കേട്ടോ ഗൈസ്.
നല്ല രസമുള്ള അടിപൊളി ആറ്റുചെമ്പലി. ഇതൊന്നും അല്ല, നല്ല വലിയ സൈസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ആറ്റുചെമ്പലി. ഇച്ചിരി വലിയ സൈസ് ആകുന്നതാണ്. നല്ലതായിട്ട് കണ്ടോ, അതിൻ്റെ ഫിൻസ് ഒക്കെ കണ്ടോ, അടിപൊളി ഫിൻസ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ നമ്മുടെ ആറ്റുചെമ്പലിയൊക്കെ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എന്നാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതങ്ങനെ നമ്മുടെ ആറ്റുചെമ്പലി എന്നെ രസമുണ്ടെന്ന് നോക്കിയേ കേട്ടോ. മാമനൊക്കെ ഹാപ്പി ആയി. ഇന്നത്തെ കളർഫുൾ ഫിഷ് എന്ന് വെച്ചാൽ നമ്മുടെ ആറ്റുചെമ്പലി കേട്ടോ. അവനോട് നമ്മുടെ കവറിനകത്ത് എടുത്ത് വെക്കുവാണ്. പോട്ടെ, നമ്മുടെ പുല്ലൻ്റെ കൂടെ അവനും കിടക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് അതിന് അടുത്ത മീൻ നോക്കാം കേട്ടോ. നമ്മുടെ മാമൻ അടുത്ത കാസ്റ്റിംഗ് ആണ് എറിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെ പോയി വീണേന്ന്. കറക്റ്റ്, അതും കറക്റ്റ് ആ സ്പോട്ടിൽ പോയി. ഞങ്ങൾ അവിടെ തീറ്റിയിടുന്നുണ്ട്. ആ കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ പോയി വീണിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ. അല്ല, ബെയ്റ്റ് വീണിട്ടുണ്ട് ഗൈസ്, സോറി, ബെയ്റ്റ് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇത് അങ്ങോട്ട് കുത്തിച്ചാരി വെച്ചു. അതിനിടയിൽ നമ്മുടെ ബെല്ല് വെക്കുക കേട്ടോ 2 റോഡിലും. ഇതേ ഇന്നത്തെ ഏറ്റവും വലിയ പുല്ലനാട്ടോ ഗൈസ്. ഏറ്റവും വലിയ പുല്ലനാണ് ഈ കാണുന്നത്. നമ്മുടെ സ്പൈഡറിൽ അടിച്ചേക്കുന്ന മാമൻ സൂക്ഷിച്ചാട്ടോ അവന് പിടിക്കാൻ നോക്കുന്നത്. അതുപോലെ ഇതേ ഉണ്ടോ നമ്മുടെ ബെല്ല് മീൻ അടിക്കുന്നുണ്ടെന്ന് തോന്നിട്ടോ. നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. മീൻ അടിക്കുന്നുണ്ട് ഗൈസ്. മീൻ അടിച്ച് നമുക്ക് ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട്. മീൻ മേടിച്ചിട്ടുണ്ട്. വേഗം നോക്കുവാണ്. ഓ ഗൈസ് വലിയ മീനാണെന്ന് തോന്നുന്നു. വലിയ മീനാണ്. വലുതാട്ടോ, ഹെവി സൈസാണ്. ഇച്ചിരി ഹെവിയാണ്. പോട്ടെ കയറിപ്പോട്ടെ. പുല്ലിനായതുകൊണ്ട് നല്ല ഓട്ടം ഓടും കേട്ടോ. നല്ല കാണിച്ച തളർത്തിയിട്ടൊക്കെ പയ്യെ കയറ്റാൻ പറ്റുള്ളൂ. പോട്ടെ വലിയാന്ന് തോന്നുന്നു. ഓ ഗൈസ്, എങ്ങനെ പോയാലും നല്ല 1+ ഉള്ള 1 കിലോ മേളിൽ വരുന്നത് നല്ല അടിപൊളി ഒരു പോളി. ഇതേ ഒരു പുല്ലനാടോ ഗൈസ്. ദേ വാവ്, നമ്മുടെ ആറ്റി കിട്ടുന്ന സൈസിൽ ഏറ്റവും വലിയ പുല്ലനാടോ ഈ കാണുന്നത്. അടിപൊളി സൈസ്. ഇതേ സ്പൈഡറിലാട്ടോ കയറിയൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഓ സ്പൈഡറിൽ കയറിയുണ്ടോ. പോപ്പൊക്കെ മുമ്പത്തെ നമ്മുടെ പുല്ലം കിട്ടിയത് പോപ്പയിലാട്ടോ. പോപ്പ അങ്ങോട്ട് വിരിഞ്ഞായിരുന്നു. ഇത് നമ്മുടെ സ്പൈഡറിലാണ് കണ്ടോ ഗൈസ്. നമ്മുടെ 1 മാസം നമ്മൾ തീറ്റ ഇട്ടിട്ട് നമുക്ക് ഈ സൈസ് മീനെ കേട്ടോ. 1 മാസം ഒന്നും ആയിട്ടില്ല, വലിയ ദൂരം 2-3 ദിവസം ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ തീറ്റയൊക്കെ ഇടാനായിട്ട് തുടങ്ങിയിട്ട്. അങ്ങനെ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ പുല്ലൻ. നമുക്ക് സാധാരണ ഈ സൈസ് പുല്ലൊന്നും കിട്ടാറില്ല കേട്ടോ ഗൈസ്. 1/2 കിലോ ഒക്കെ. ഇതോ ഇങ്ങനെ ഒരു 1 കിലോ മേൽ മണ്ടയുണ്ട് കേട്ടോ. അടിപൊളി ഒരു പുല്ലനാണ്. അവൻ്റെ അങ്ങോട്ട് ഹുക്ക് നമ്മൾ സൂക്ഷിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കട്ടിക്ക് അങ്ങോട്ട് പിടിച്ചേക്കോ കേട്ടോ. അല്ലെങ്കിൽ നല്ല പെടച്ചങ്ങോട്ട് ചാടി പോയാൽ നമ്മൾ പിടിച്ച് ഇത്ര അധ്വാനിച്ച മീൻ അങ്ങോട്ട് വെള്ളത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ 1/2 കിലോ ഉള്ളായിരിക്കും. ഇതിനേക്കാൾ വലുത് നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ ഫിൻസ് ഒക്കെ കണ്ടോ, 1 കിലോ. ഇതൊക്കെ ചെറുത് മാത്രം. എൻ്റെ കൈയുടെ ഇത്ര ഉണ്ട്. ഇതുണ്ടോ, കൈയുടെ ഇവിടുന്ന് ഇവിടെ വെക്കും കറക്റ്റ്. എൻ്റെ ഫിൻസും അതിൻ്റെ അടുത്ത് ഷോർട്സ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ സൈസൊന്നും അല്ല കിട്ടിയത്. ഈ സൈസിൻ്റെ വലിപ്പം ഞങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാതെ എൻ്റെ കൈയുടെ ഇത്രയും തന്നെ ഉണ്ട്. ഏകദേശം 1 കിലോ. അതുണ്ടോ, ഇത്രയും ഉണ്ട്. 1 കിലോ ഒന്നുമില്ല, ഒരു 1/2 കിലോ എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ ഈ പുല്ലിനെ അങ്ങോട്ട് നമ്മുടെ ചാക്കിലാക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി അവനോട് ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ ഇന്നത്തെ കുറേ പുല്ലിനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുല്ലിനെ കൊണ്ട് ഇനി വീട്ടിൽ ചെന്ന് നമുക്ക് കാണിക്കാട്ടോ ഇനി എത്ര പുല്ല് കിട്ടിയത്. നമുക്കിത് 3 പുല്ലിനാണോ ഗൈസ് കിട്ടിയേക്കുന്നത്. അതുപോലെ നമുക്കൊരു ആറ്റുചെമ്പലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവൻ്റെ അങ്ങോട്ട് തൂക്കം എടുത്ത് നോക്കാം കേട്ടോ. തൂക്കി നോക്കാട്ടോ ഗൈസ്. ഏകദേശം 1 കിലോ കാണും കേട്ടോ, ഏറ്റവും വലുത് തന്നെ. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വരാം കേട്ടോ ഗൈസ്. ബൈ, സീ യു.